Good morning to all. Today we started our last module, that is Cooperative Society and Banking Regulation Act. So in this chapter mainly we discussed about the Banking Regulatory Act and their features. So the main objective of the Banking Regulatory Act 1949, it was to protect the interest of investors and also to control the mismanagement of banking authority. The main aim of banking or Banking Regulatory Act is to protect the interest of investors and also control the mismanagement of banking authorities. So these are the main objective of Banking Regulatory Act. So in this chapter we must discussed about or learn about Banking Regulatory Act 1949 March 16. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ഈ വർഷം ഈ ഇയർ നിങ്ങൾ മസ്റ്റായിട്ട് റിമൈൻഡ് ചെയ്തിരിക്കുക, മറന്നു പോകാനേ പാടില്ല. ബാങ്കിങ് റെഗുലേറ്ററി ആക്ട് 1949 March 16. So we know the cooperative sector or government, we can provide many opportunities to develop the cooperative banks. നമുക്കറിയാം ഗവൺമെൻറ്റും അതേപോലെ തന്നെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ too many opportunities is provided for cooperative society for the development of rural areas. So the cooperative society mainly situated in rural areas. So their development is the main aim of major concern of government and banks. So we can move on the Banking Regulatory Act 1949. So we started our module Banking Regulation Act 1949. Application of the Act to cooperative banks, important provisions. So in this head we can mainly discuss about the major or important provisions of Banking Regulatory Act under the control of cooperative banks. So Banking Regulatory Act came into begins in 1949. നമ്മൾ പറഞ്ഞു ബാങ്കിങ് റെഗുലേറ്ററി ആക്ട് 1949 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1949 ബാങ്കിങ് റെഗുലേറ്ററി ആക്ട് കമ്മിങ് ടു എക്സിസ്റ്റൻസ് ആയത്. Prior that certain provisions of the Companies Act 1930 were applicable to banking companies. The need for the act was felt many banks due to poor financing health due to poor management of loan or investment portfolio and non-maintenance of adequate liquidity. This way also further complicated to mushroom growth of banks and closure and failure of some banks. So ബാങ്കിങ് റെഗുലേറ്ററി ആക്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1949 ബാങ്കിങ് റെഗുലേറ്ററി ആക്ട് കമ്മിങ് ടു എക്സിസ്റ്റൻസ് ആയത്. പക്ഷേ പ്രീവിയസ് കമ്പനി ആക്ട്സ് 1913 പ്രകാരമാണ് ഒരുപാട് ബാങ്കിങ് കമ്പനീസ് അപ്ലൈ ചെയ്തു പോയിരുന്നത്. ബാങ്കിങ് റെഗുലേറ്ററി ആക്ടിൻ്റെ ബേസിസിൽ, അതായത് പ്രീവിയസ് ബാങ്കിങ് കമ്പനീസ് ആക്ടിൻ്റെ ബേസിസിലാണ് ബാങ്കിങ് കമ്പനീസും മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബാങ്ക്സിന് ഫിനാൻഷ്യൽ ഹെൽത്തിലൊക്കെ പുവർ മാനേജ്മെൻറ്റ് വന്നു. കാരണം നമ്മൾ കമ്പനീസ് ആക്ട് ഫോളോ ചെയ്യുമ്പോൾ ബാങ്കും കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എൻ്റയർലി ഡിഫറെൻറ്റ് ഓർഗനൈസേഷനാണ്. സോ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബാങ്ക് ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടു മച്ച് ഡിഫിക്കൽട്ട്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ഫോളോ ചെയ്തത് കൊണ്ട് തന്നെ ഏർലിയർ ഇയേഴ്സിൽ നമ്മളത് ഫോളോ ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് വളരെ വീക്ക് ആവാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ നമ്മുടെ പുവർ മാനേജ്മെൻറ്റ്, ലോൺ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ പുവർ മാനേജ്മെൻറ്റ് വന്നു. അതേപോലെ തന്നെ ആഡ്വക്കേറ്റ് ലിക്വിഡിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ വന്നു. ആ സിറ്റുവേഷൻസൊക്കെ വന്നപ്പോൾ നമ്മുടെ ബാങ്ക്സൊക്കെ ഒരു പുവർ ഫിനാൻഷ്യൽ കണ്ടീഷൻസിലേക്ക് മാറിക്കൊണ്ടിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിൽ ബാങ്കിങ് കമ്പനീസിന് ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും അതായത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫെയിലിയർ ആവുകയും അതേപോലെ ചില ബാങ്ക്സൊക്കെ ക്ലോസ് ചെയ്യേണ്ടതായിട്ടും വന്നു. ബിക്കോസ് ഓഫ് എന്താണ്, നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് കമ്പനീസ് ആക്റ്റാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കമ്പനീസ് ആക്ട് ഓവർകം ചെയ്തുകൊണ്ട് നമ്മളൊരു പുതിയ ആക്ട് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമായിട്ട് അപ്ലൈ ചെയ്തതാണ് 1949. സോ ഈ ബാങ്കിങ് റെഗുലേറ്ററി ആക്ട് 1949 ഒബ്ജക്റ്റീവ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ബാങ്കിങ് റെഗുലേറ്ററി ആക്ട് ബ്രോഡ്ലി ആർ ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സേഫ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകുമ്പോൾ അവിടെ ആക്സെപ്റ്റിംഗ് ആൻഡ് ലെൻഡിങ് മണിയാണ് അവിടെ മെയിൻലി നടക്കുന്നത്. അതായത് മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആണ് അവിടെ മെയിൻലി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ
നമ്മൾ മോണിറ്ററി ട്രാൻസാക്ഷൻ ആകുമ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ ബാങ്കിങ് കമ്പനി എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, സ്മൂത്തായിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം നമുക്ക് മണി ലെൻഡ് ചെയ്താൽ മാത്രം പോരല്ലോ, നമുക്ക് അവർക്ക് ഡെപ്പോസിറ്റ്സും അവരിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക. സെക്കൻഡ് ഈസ് ടു ഡെവലപ്പ് ദ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൗണ്ട് ലൈൻസ്. ദാറ്റ് മീൻസ് നമ്മുടെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. നെക്സ്റ്റ് പറയുന്നതാണ് ടു അറ്റൈൻ ദ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം ടു ദ ലാർജർ ഇൻട്രസ്റ്റ് ആൻഡ് പ്രയോറിറ്റി ടു ഓഫ് നേഷൻ. ദാറ്റ് മീൻസ് നമ്മുടെ മോണിറ്ററി സിസ്റ്റം അതേപോലെ തന്നെ ക്രെഡിറ്റ് സിസ്റ്റം ഒക്കെ മാക്സിമം എൻലാർജ് ചെയ്തിട്ട് നാഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക. അതായത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി നമുക്ക് നാഷണൽ ഡെവലപ്മെൻറ്റ് ഒരുപാട് പോസിബിളാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നാഷൻസിൻ്റെ പ്രയോറിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതാണ് മെയിനായിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. സോ നെക്സ്റ്റ് വി മൂവ് ഓൺ ദ സെക്ഷൻ 5 ഇൻ്റർപ്രിറ്റേഷൻ. So Banking Regulatory Act 1949 Section 5 is interpretation. Section 5 subsection B banking. The banking means accepting for the purpose of lending or investing the deposit of money from the public, repayment on demand or otherwise the withdrawal by check, draft or otherwise. നിങ്ങൾ ബാങ്കിങ് ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളാണ്. സോ അതുകൊണ്ട് തന്നെ ബാങ്കിങ്ങിൻ്റെ എല്ലാ ഫങ്ഷൻസും നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. സോ ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്, ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അക്സെപ്റ്റിംഗ് ആൻഡ് ലെൻഡിങ് മണി ഫ്രം ദ ബോറോവേഴ്സ് ഓർ ഡെപ്പോസിറ്റേഴ്സ്. ഡെപ്പോസിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ബോറോവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മണി ലെൻഡ് ചെയ്യുകയും ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ബാങ്കിങ്ങിൽ നടക്കുന്നത്. അതായത് ഡെപ്പോസിറ്റേഴ്സിൻ്റെ നിന്ന് അവരുടെ മണി ആക്സെപ്റ്റ് ചെയ്യുകയും അവർക്ക് എപ്പോഴാണ് ആ മണി ആവശ്യമായിട്ട് വരുന്നത്, വെനെവർ വി നീഡഡ്, ആ ടൈമിൽ ആ എമൗണ്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് ബാങ്ക് എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ബാങ്കിങ് കമ്പനി മീൻസ് കമ്പനി വിച്ച് ഡസ് നോട്ട് ഓഫ് എ ബിസിനസ് ഓഫ് ബാങ്കിങ്. ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കമ്പനിയായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം, പക്ഷേ അതൊരിക്കലും ഒരു ബിസിനസ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. ബാങ്കിങ് കമ്പനി മീൻസ് കമ്പനി വിച്ച് ഡസ് ബിസിനസ് ഓഫ് ബാങ്കിങ്. അതായത് അതൊരു കമ്പനിയാണ്, പക്ഷേ അതിൻ്റെ അകത്ത് മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിങ്ങിൻ്റെ ബിസിനസ് ആയിരിക്കില്ല. ദ നെക്സ്റ്റ് ഈസ് mere function of giving loans does not make banking companies. അതായത് അവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതല്ല. മെയിനായിട്ട് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ മെയിൻലി ദേ ഡസ് നോട്ട് റിയലി കോൺസെൻട്രേറ്റഡ് ഓൺ ലെൻഡിങ് ഓഫ് മണി ഓർ ലോൺസ്. The next is power of receiving money or deposit from the customers and honoring their checks is essential characteristics of banking. അത് പറയുന്നത് പവർ ഓഫ് റിസീവിങ് മണി ഓർ ഡെപ്പോസിറ്റ് ഫ്രം ദ കസ്റ്റമേഴ്സ്. അതായത് നമ്മുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാങ്കിങ്ങിൽ പറയുന്നത് എന്താണ്, നമുക്ക് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിസീവ് ചെയ്യുക എന്നുള്ളതാണ് ബാങ്കിങ്ങിൻ്റെ മെയിൻ ഫങ്ഷൻ. അതായത് അവരുടെ മെയിൻ ബാങ്കിങ് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് വേണം. ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാങ്കിങ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്മൂത്ത്ലി റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മിയർ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദ കസ്റ്റമേഴ്സ്. അതേപോലെ സെക്കൻഡറി ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലാണ്ട് വരുന്നതാണ് ലെൻഡിങ് മണി ടു അതേഴ്സ്. നെക്സ്റ്റ് we discussed about the section 6 forms of business which banking companies are engaged in. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്സ് ഓഫ് ബിസിനസ് ആണ് ബാങ്കിങ് കമ്പനീസ് എൻഗേജ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സെക്ഷൻ 6 ഡീൽ ചെയ്യുന്നത്. ദ ഫസ്റ്റ് ഈസ് മെയിൻ ബിസിനസ് ഓഫ് ബാങ്കിങ് ഈസ് ബോറോയിങ്, ടേക്കിംഗ് ആൻഡ് ലെൻഡിങ് മണി, ഡീലിംഗ് ഇൻ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, ബിൽസ് ഓഫ് ലെൻഡിങ് ആൻഡ് ഡിബഞ്ചേഴ്സ് എക്സെട്ര. അപ്പോൾ ബാങ്കിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മെയിൻ ബിസിനസ് ഓഫ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറോയിങ് ആൻഡ് ലെൻഡിങ് മണി, നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് മണി ലെൻഡ് ചെയ്യുകയും അതേപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അത് ബോറോ ചെയ്യുന്നതാണ് ബാങ്കിങ്ങിൻ്റെ മെയിൻ പർപ്പസ്. അത് നമുക്കറിയാം. ബാങ്ക് എന്താണെന്ന് വെച്ചാൽ തന്നെ നമ്മൾ എന്താ ഫസ്റ്റ് പറയുന്നത്, ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് മീൻസ് ടു ലെൻഡിങ് ആൻഡ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദ കസ്റ്റമേഴ്സ്. അപ്പം അതുതന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഫോമായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ്
Allied business, that means the banking is acting as agent, trustee, administrator for providing a safe custody. That means ഇതിനകത്ത് പറയുന്നത് ബാങ്ക് ഒരു ഏജൻ്റായിട്ട് അല്ലെങ്കിൽ ട്രസ്റ്റി ആയിട്ട് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് എല്ലാം ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ മണി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത്, സേഫ് കസ്റ്റഡി പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതാണ് പറയുന്നത് ബാങ്ക് ഈസ് ആക്ടിങ് ആസ് ഏജൻറ്റ്, ട്രസ്റ്റി, സേഫ് ഗാർഡ് എക്സെട്ര. The next point is dealing in property is restricted to property coming in satisfaction of claims as a security and property necessary for its own sake. ഇത് ബാങ്കിങ്ങിൽ ഡീൽ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം, അതായത് കസ്റ്റമറിൻ്റെ സ്വന്തം പ്രോപ്പർട്ടീസ് മാത്രമേ ഡീലിങ് നടത്തുള്ളൂ. അതർ പേഴ്സൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ബാങ്ക്സ് ഒരിക്കലും ഡീലിങ്സ് നടത്തില്ല. ഓൺ പ്രോപ്പർട്ടി ആണോ, സോ നമ്മൾക്ക് അവിടെ വേണമെങ്കിൽ അതിൽ നിന്ന് ലോൺസോ കാര്യങ്ങളൊക്കെ ടേക്ക് ചെയ്യാൻ പറ്റും. അതർ പേഴ്സൺസിൻ്റെ ആണെങ്കിൽ ഇറ്റ് നോട്ട് ടു ബി പോസിബിൾ ഇൻ കേസ് ഓഫ് ബാങ്കിങ്. നെക്സ്റ്റ് we discussed about the section 80, that is cash reserve. The cash reserve is every cooperative bank not being a schedule of SCB shall maintain. The section 18 is cash reserve. That means every cooperative bank not being a scheduled state cooperative bank shall maintain. That means every cooperative banks എന്താണ് ക്യാഷ് റിസർവ് കെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമുക്കറിയാം ക്യാഷ് റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അക്വയർ ചെയ്യാനായിട്ടുള്ള മണിയാണ് നമ്മൾ റിസർവായിട്ട് കെപ്റ്റ് ചെയ്യുന്നത്. സോ കോപ്പറേറ്റീവ് സൊസൈറ്റിയും അതേപോലെ തന്നെ ഒരു സെവറൽ എമൗണ്ട് ക്യാഷ് റിസർവായിട്ട് കെപ്റ്റ് ചെയ്തിരിക്കണം. ഇറ്റ് ഇസ് നോട്ട് ബി എ ഷെഡ്യൂൾഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കൺട്രോളിലല്ല, അത് ഇൻഡിവിജ്വൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കൺട്രോൾ നമ്മൾ കെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ നെക്സ്റ്റ് ഈസ് ബൈ വേ ഓഫ് ക്യാഷ് റിസർവ് വിത്ത് ഇറ്റ് സെൽഫ്. നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്യാഷ് റിസർവ്, അതായത് ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണോ അവർ തന്നെയായിരിക്കും ആ ക്യാഷ് റിസർവ് അക്വയർ ചെയ്യേണ്ടത്. The next is the way of balance in current account with RBI or SCB of state concern, or by way of net balance in current account a sum equivalent, that is 30% of demand and time liability as the first Friday of second proceeding fortnight. That means നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാലൻസ് നമുക്ക് എല്ലാ എമൗണ്ടും നമുക്ക് കെപ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. അത് ഏതൊരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും നമുക്ക് എല്ലാ എമൗണ്ടും കെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ അതിന് പകരം നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ RBIയിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുക. സോ ലാസ്റ്റ് ഫ്രൈഡേ ഓഫ് ദ സെക്കൻഡ് പ്രൊസീഡിങ് ഫോർട്ട്നൈറ്റ്, ദാറ്റ് മീൻസ് നമ്മുടെ ലാസ്റ്റ് ഫ്രൈഡേ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾക്ക് ആസ് ചെയ്തിരിക്കുന്ന എമൗണ്ട് നമ്മൾ RBIയിൽ നമ്മൾ ഫോർവേഡ് ചെയ്യും. നെക്സ്റ്റ് ഈസ് ഷാൽ സബ്മിറ്റ് ദ RBI ബിഫോർ 15th day of every month the return showing the amount held by the alternative Friday during the month with particulars of detail on such Fridays. That means നമ്മൾ എവരി മന്ത് 15 എല്ലാ മാസത്തിൻ്റെയും 15 days മുന്നേ ആയിട്ട് തന്നെ നമ്മൾ ഓൾട്ടർനേറ്റീവ് എമൗണ്ട് സെറ്റിങ്സ് RBIയുമായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. The next category is section 20, restriction on loan and advances. The first is make loans and advances on the security on its own shares. അതായത് നമ്മൾ ലോൺസോ അഡ്വാൻസസോ ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് അവരുടെ ഓൺ ഷെയർസിൻ്റെ മേലായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഗ്രാൻഡ് അൺസെക്യൂർഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു എനി ഓഫ് ഇറ്റ്സ് ഡയറക്ടേഴ്സ്. അതായത് അൺസെക്യൂർഡ് ലോൺസോ അഡ്വാൻസസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഗ്രാൻഡ് ചെയ്യുന്നത് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡയറക്ടേഴ്സിനായിരിക്കും. എനി ഫേം ഓർ പ്രൈവറ്റ് കമ്പനി വിച്ച് ദ ഡയറക്ടർ ഹാസ് ഇൻ ഇൻട്രസ്റ്റ്. അതായത് എന്തെങ്കിലും ഫേംസിനോ പ്രൈവറ്റ് കമ്പനീസിനോ നമുക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ ഇൻട്രസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 23, ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനിയിൽ ഇറ്റ് ഈസ് എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. ലൈസൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ആയിട്ടായിരിക്കണം നമ്മൾ ഫോം ചെയ്തിരിക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് ദ കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ഹോൾ ലൈസൻസ് ഇഷ്യൂഡ് ബൈ ദ RBI. അതായത് കോപ്പറേറ്റീവ് ബാങ്ക് ആയിരിക്കണം, അതേപോലെ അവരുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് RBI ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ 23, ബ്രാഞ്ച് ഓപ്പണിംഗ്. സെക്ഷൻ 23 പറയുന്നത് എനി കോപ്പറേറ്റീവ് ബാങ്ക് സീക്കിംഗ് പെർമിഷൻ ഓഫ് RBI ഫോർ ബ്രാഞ്ച് ഓപ്പണിംഗ് റിക്വയർ ഫോർവേഡിംഗ് ടു ആപ്ലിക്കേഷൻ ഓഫ് RBI ടു NABARD. അതായത് നമ്മൾക്ക് വേറൊരു
ബ്രാഞ്ച് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാഞ്ച് നമുക്ക് എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് RBIയുടെ പെർമിഷൻ ഉണ്ടായിരിക്കണം. RBIയുടെ പെർമിഷനോട് കൂടി മാത്രമേ നമുക്ക് ബാങ്കിൻ്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ RBIയിലേക്ക് നമുക്ക് ഡയറക്റ്റ് അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്ലിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നബാർഡിൻ്റെ കെയർ ഓഫിലായിരിക്കും. നബാർഡ് വഴിയായിരിക്കും ഈ RBIയിലേക്ക് നമ്മൾ അപ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നബാർഡ് ഷാൽ ഗീവ് ദ കമൻറ്റ്സ് ടു മെറിറ്റ് കേസ് ഓഫ് സെൻഡ് ടു RBI. അതായത് നബാർഡ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കണ്ടീഷൻസും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് RBIനെ അപ്രോച്ച് ചെയ്യും. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെറിറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇൻ അഡ്വാൻസ്ഡ് കോപ്പി ഓഫ് ആപ്ലിക്കേഷൻ ഷാൽ ബി സെൻഡ് ടു ദ കോപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ട്ലി ടു ദ RBI. അതേപോലെ അഡ്വാൻസ്ഡ് കോപ്പി, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ അഡ്വാൻസ്ഡ് കോപ്പി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് RBI സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് നമുക്ക് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനായിട്ട് പോസിബിൾ ആണെന്ന് കാണിച്ചുകൊണ്ട് RBI ഒരു ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ പറയുന്നത് സെക്ഷൻ 24 ആണ്. സെക്ഷൻ 24 പറയുന്നത് എ ഷെഡ്യൂൾഡ് ബാങ്ക് ഇൻ അഡീഷൻ ടു ആവറേജ് ഡെയിലി ബാലൻസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ അണ്ടർ സെക്ഷൻ 42 ഓഫ് RBI ആക്ട്. അതായത് എവരി ഷെഡ്യൂൾഡ് ബാങ്ക് RBIയുടെ സെക്ഷൻ 42 അനുസരിച്ച് ഒരു റിക്വയർഡ് എമൗണ്ട് ഓഫ് ആവറേജ് ബാലൻസ് കെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് എവരി കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ അഡീഷൻ ടു ദ ക്യാഷ് റിസർവ് ഇറ്റ് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ അണ്ടർ സെക്ഷൻ 18 ഓഫ് BR ആക്ട് ഷാൽ മെയിൻറ്റെയിൻ ഇൻ ഇന്ത്യ. അതായത് ബാങ്കിങ് റെഗുലേറ്ററി ആക്ട് പ്രകാരം എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു അഡീഷണൽ ക്യാഷ് റിസർവ് എപ്പോഴും കെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അഡീഷണൽ ക്യാഷ് റിസർവ് എപ്പോഴും ബാങ്കിങ് റെഗുലേറ്ററി ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റി കെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ക്യാഷായിട്ടും, അതായത് റിസർവായിട്ടും ക്യാഷായിട്ടും കെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഇൻ ഗോൾഡ് വാല്യൂഡ് അറ്റ് ദ പ്രൈസ് നോട്ട് എക്സീഡിങ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. അതായത് ഗോൾഡ് പ്രൈസ് ഒരിക്കലും, അതായത് നമുക്ക് ഗോൾഡൊക്കെ വെച്ചിട്ട് ലോൺസ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഗോൾഡ് വെച്ചിട്ട് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ഒരിക്കലും മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടാനായിട്ട് പാടില്ല നമ്മൾ പണയം വെച്ചിരിക്കുന്ന എമൗണ്ട്. ദ ഗോൾഡ് പ്രൈസ് ഡസ് നോട്ട് എക്സീഡ് ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിനേക്കാളും ഇൻക്രീസ് ആവാനായിട്ട് പാടില്ല. Next we move on the section 24 subsection 3 ensuring compliance. Compliance പറയുന്നത് for ensuring compliance with the provision a banking company shall furnish to RBI not later than 20 days after the close of month the month return showing particularly of its liquid asset maintained and the demand and time liability close the business for each alternative Friday during the month. And cooperative banks submit the copy of return of NABARD also. എന്തെങ്കിലും കംപ്ലയിൻസ് വന്നിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അത് കോപ്പിയോടൊപ്പം നബാർഡിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ എവരി മന്തിൻ്റെ ക്ലോസിങ്ങിന് മുമ്പ് എത്രയ്ക്കാണെന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, കോപ്പറേറ്റീവ് സൊസൈറ്റി എൻഷുർ ചെയ്തിരിക്കണം. അതായത് ക്ലോസിങ്ങിന് നമുക്ക് ഇത്ര എമൗണ്ട് ഓഫ് ബാലൻസ് ഉണ്ട് എന്നുള്ളത് കോപ്പറേറ്റീവ് സൊസൈറ്റി എൻഷുർ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് സെക്ഷൻ 27 to 31 സബ്മിഷൻ ഓഫ് റിട്ടേൺ. Copy of monthly return of annual accounts required to submitted by the cooperative bank also to NABARD as per the periodically prescribed in the relevant section of the act. അതായത് ബാങ്ക് റെഗുലേറ്ററി ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റി മന്ത്ലി റിട്ടേണും അതേപോലെ തന്നെ ആനുവൽ അക്കൗണ്ട്സും നബാർഡിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ 35 ഇൻസ്പെക്ഷൻ. The NABARD has to empower to inspect the cooperative bank other than primary cooperative banks without prejudice to the power of RBI to conduct the inspection. അതായത് നബാർഡിനാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ, അതായത് അതർ ദാൻ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെയും ഇൻസ്പെക്ഷൻ നടത്താനായിട്ടുള്ള റൈറ്റ് അല്ലെങ്കിൽ എംപവർമെൻറ്റ് കിട്ടിയിരിക്കുന്നത് നബാർഡിനാണ് വിത്ത് ദ സ്പെഷ്യൽ പെർമിഷൻ ഓഫ് RBI. നെക്സ്റ്റ് പറയുന്നത് പവർ ടു RBI ടു ഗീവ് ഡയറക്ഷൻ അണ്ടർ ദ സെക്ഷൻ 35A. RBI ഈസ് എംപവർഡ് ടു ഇഷ്യൂ ഡയറക്ഷൻ ടു ദ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ജനറൽ ഓർ ടു മെനി കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ദ പെർട്ടിക്കുലർ ഓൺ എനി ആസ്പെക്ട് ഓഫ് വർക്കിംഗ് ഓഫ് സച്ച് ബാങ്ക്സ്.
ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RBI ഈസ് എംപവർഡ് ടു ഇഷ്യൂ ഡയറക്ഷൻ. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഡയറക്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്നത് RBI ആണ്. ബിക്കോസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അവിടെ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ മോണിറ്ററി ട്രാൻസാക്ഷൻസ് നടക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡ് എന്ന് പറയുന്നത് RBI ആണ്. സോ അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. The section 45 is moratorium. Moratorium means under this section Reserve Bank can recommend the central government to order of moratorium in respect of cooperative bank. The power to issue such moratorium however rest of the central government. Moratorium എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും RBI നിന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ലോൺസൊക്കെ ടേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ടേക്ക് ചെയ്തിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻസിൽ, അതായത് എന്തെങ്കിലും അർജൻറ്റായിട്ടുള്ള സിറ്റുവേഷൻസിൽ നമുക്കത് റീപേയ്മെൻറ്റ് നടത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോടുകൂടി നമുക്ക് മൊറട്ടോറിയം കൊടുക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. മൊറട്ടോറിയം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലോൺ പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 2-3 മാസം കഴിഞ്ഞിട്ട് പേ ചെയ്താൽ മതി. അതായത് അതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് നീട്ടിക്കൊടുക്കുക, അതിനാണ് മൊറട്ടോറിയം എന്ന് പറയുന്നത്. Next is section 46, that is penalties. Penalties means in this section various penalties that may be imposed to cooperative banks for non-compliance with the various provisions of Banking Regulatory Act have been specified. അതായത് ബാങ്കിങ് റെഗുലേറ്ററി ആക്ട് പ്രകാരം ഒരുപാട് പെനാൽറ്റീസൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് എന്തൊക്കെ പെനാൽറ്റീസാണോ ബാങ്കിങ് റെഗുലേറ്ററി ആക്ടിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യൻ്റെ മിസ്റ്റേക്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പെനാൽറ്റി ആയിരിക്കണം ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ മിസ്റ്റേക്സുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന് പെനാൽറ്റീസ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ശിക്ഷയൊക്കെ കൊടുക്കാനായിട്ടുള്ള റൈറ്റ്സ് ബാങ്കിങ് റെഗുലേറ്ററി ആക്ട് പ്രകാരമുണ്ട്. The last section is section 53, that is power to accept. The central government may be on the recommendation of RBI they accept any banking company or any classes of banking companies from any or all provisions of the act. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ RBIയുടെ റെക്കമെൻഡേഷനോടുകൂടി സെൻട്രൽ ഗവൺമെൻറ്റിനെ നമ്മൾക്ക് ബാങ്കിങ് കമ്പനി എന്നുള്ളൊരു ടാസ്കിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് കൊടുക്കേണ്ടത്. ദാറ്റ് മീൻസ് നമ്മൾക്ക് അറിയാം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ നടത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇൻ കേസ് എന്തെങ്കിലും എക്സെപ്ഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ RBIയുടെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോടുകൂടി നമുക്ക് എക്സെപ്ഷൻസൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻലി ഇതിനകത്ത് ബാങ്കിങ് റെഗുലേറ്ററി ആക്ടിനെ കുറിച്ചാണ് പറയുന്നത്. ബാങ്കിങ് റെഗുലേറ്ററി ആക്ട് സെക്ഷൻ 1947 March 16. These are the Banking Regulatory Act. So in this chapter we learned about different sections under the Banking Regulatory Act 1949. We can discuss the section 3, 5, 6 and also discussed 18, 20, 22 and we discussed about section 24 to section 53. This section we can discuss in this class. The next class we can start our next chapter from this last module. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ് റെഗുലേറ്ററി ആക്ട് ആണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന എല്ലാ പോയിൻറ്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് മിസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. സോ എക്സ്പ്ലെയിൻ ദ ബാങ്കിങ് റെഗുലേറ്ററി ആക്ട് 1949. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.